ഇവിടെ ഞാൻ വന്ന് ഷൂട്ടിന് പോകുമ്പോൾ ഇത് വളരെ അധികം സ്വാതന്ത്ര്യം പെർഫോം ചെയ്യാനായിട്ട് ആക്ടേഴ്സിന് നൽകിയും ഒപ്പം കണിശമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കണ്ടത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വെല്ലുവിളി കൂടിയിട്ടാണ്. എനിക്കത് ഇഷ്ടവുമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് മതി എന്ന് പറയുന്നതല്ല എനിക്ക് താല്പര്യം. അല്ല, അത് അങ്ങനെയല്ല വേണ്ടത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാനെപ്പോഴും ഒരു സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ കാണുന്നതിൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് പറയാണ്, അവരാണ് ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള എന്നേക്കാൾ കൂടുതൽ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒപ്പം ഇരുന്നിട്ടുള്ള ആൾക്കാർ. ഞാൻ ആ സമയത്ത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലാണ് ആ ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അത് എഴുതുന്നത്. അതിൻ്റെ പിറകിൽ അവരുടെ ആലോചനകൾ കാലങ്ങളോളം ഒറ്റയ്ക്കും സംഘടിതമായും നടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ആൾക്കാർ മീൻസ് ഡയറക്ടറാവാം, അസോസിയേറ്റ് ആവാം, സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം. അപ്പോൾ അവരുടെ ആ ഒരു ആലോചനയിലേക്ക്, അവരുടെ ക്യാരക്ടറൈസേഷനിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നതാണ് ഒരു വെല്ലുവിളി. അപ്പോൾ ഇവിടെ നമുക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ സജഷൻസ് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ പ്രശാന്ത് എന്ന് ചോദിക്കുമ്പോൾ അതായത് എൻ്റെ സജഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടായി എന്നുള്ളതല്ല, അതേ സമയത്ത് തന്നെ അത് വേണ്ട എന്ന് നല്ല രീതിയിൽ നോ പറയാനും ഡയറക്ടർ എന്നുള്ള നിലയിൽ കൃഷാന്തിന് പറ്റിയിട്ട്. പിന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സെറ്റാണ്. ഈ അടുത്താരോ പറയണ കേട്ടു, ഡയറക്ടർ ഒരിക്കലും ചൂടാവില്ല, അതുകൊണ്ട് നമുക്കൊന്ന് വെറുതെ ചൂടായി നോക്കാം എന്ന് പറയുന്ന കേട്ടു. അപ്പോൾ കൃഷാന്ത് ആസ് എ ഡയറക്ടർ ഈസ് വെരി കാം ആൻഡ് ക്വൈറ്റ്. ചില സെറ്റുകളിൽ നമ്മൾ ഡയറക്ടർമാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ഷൗട്ട് ചെയ്യുന്നു, ക്യാമറമാൻ ഷൗട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി നല്ല ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ബാക്കിയുള്ള മൊത്തം യൂണിറ്റുകളുടെ ആ ക്രൂവിൽ നിന്ന് ക്രിയേറ്റീവ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും അവരൊന്ന് കാമൻ ക്വൈറ്റും ശാന്തരും അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടും കൊടുക്കണമല്ലോ. അത് കൃഷാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഡയറക്ടർ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ക്രൂ, എല്ലാവരും ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാനിതിന് ഇന്നലെ ഉണ്ടായിരുന്നു ഷൂട്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് പരിപാടി കൊള്ളാം എന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ ഇന്നലെ വന്നപ്പോൾ ഞാനിവിടുത്തെ ഈ സിനിമയിൽ പൊതുവെ അങ്ങനെ ഷൂട്ടിലോ മറ്റിലൊന്നും ഇടപെടാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ മേക്കപ്പ് മാൻ ആണെങ്കിൽ മേക്ക് ചെയ്യും. പൊതുവെ അയാൾ വളരെ അപൂർവ ആൾക്കാരാണ് എൻ്റെ ക്രിയേറ്റീവ് സൈഡിലേക്ക് എങ്ങനെയുണ്ട് വരുന്നുണ്ട് പടം എന്നൊക്കെ നോക്കുള്ളൂ. ഇപ്പോൾ ഞാൻ മേക്കപ്പ് മാനോടും കോസ്റ്റ്യൂമിൽ നമുക്ക് വസ്ത്രം തരുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും ചോദിച്ചു എങ്ങനെയുണ്ടാവും പടം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവരെന്നോട് പറഞ്ഞത്. പൊതുവെ അത്ര ചില ആൾക്കാർ ഇടപെടില്ല, ഇവരങ്ങനെ ഇടപെടുന്ന ആൾക്കാരല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പടത്തിൻ്റെ മേക്കിങ്ങിൻ്റെയും കാര്യങ്ങളുടെയും ഒരു ഔട്ട്പുട്ട്, ഒരു ഈ പടത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോലും അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന പടത്തിൽ നിന്ന് മീൻസ് ഒരു ചായ കൊടുക്കുന്ന ആൾ ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ പടം നടക്കില്ല. ആ അർത്ഥത്തിൽ അവർ വളരെ മാറി നിൽക്കണമെന്നല്ല, ചില ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല. അങ്ങനെ എന്താണ് അവിടെ സംഭവിക്കണമെന്ന് ശ്രദ്ധിക്കില്ല. അവർക്ക് പോലും ഈ പടത്തിൻ്റെ ഔട്ട്പുട്ടിൽ വളരെയധികം പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ഭയങ്കര സന്തോഷം നൽകി. കാരണം നമ്മൾ ആലോചിക്കുന്നതുമാണ് അങ്ങനെയാണ് ഈ പടം വരുന്നത്, കൊള്ളാം, പരിപാടി കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ്. ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊപ്പം ഞങ്ങൾ വേറൊരു പടം ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ജഗദീഷ് ചേട്ടനും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജഗദീഷ് ചേട്ടൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത കുറച്ച് പോർഷൻസ് കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര രസമായിട്ട് ഒരു 5 മിനിറ്റ് ഫുട്ടേജ് ഞാൻ കണ്ടത്, ഞാൻ ചിരിച്ച് ആ 5 മിനിറ്റ് കണ്ടു തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര രസമുള്ള സിനിമയാണ്. ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി ടു കം ഔട്ട്. ഇത് പ്രശാന്തേട്ടനും ഒക്കെ പ്രശാന്തേട്ടൻ ഭയങ്കര ഒരു ബ്രേക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു ഈ സിനിമ. അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമയാണ്. ആൻഡ് കൃഷാന്ത് ഇസ് എ വണ്ടർഫുൾ ഡയറക്ടർ. ഞാൻ ഈവൻ ആവാസവ്യൂഹമാണെങ്കിലും ആവാസവ്യൂഹത്തിൻ്റെ പ്രിവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് I5K പ്രിവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ദേ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് സംതിങ്. പക്ഷേ കൃഷാന്ത് എന്ന് പറയുമ്പോൾ ഹീ ക്രിയേറ്റ്സ്
ബ്യൂട്ടിഫുൾ തിങ്സ് ഔട്ട് ഓഫ് നത്തിങ്. അപ്പം ഒന്നും വേണ്ട കൃഷ്ണാന്ത് അതിൽ വെച്ചിട്ടൊരു കഥ അതിൻ്റെ രസമായിട്ട് ഭയങ്കര രസമായിട്ട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു വിത്ത് അതിൻ്റെ ഒരു പല ലെയേഴ്സിൽ പറയുകയും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കിംഗ് ഭയങ്കര ഗംഭീര ഒരു ക്രാഫ്റ്റുമാണ്. ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. കഴിഞ്ഞ IFFKയിൽ ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ സിനിമകൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ഒരു പടമുണ്ട് ചേട്ടൊന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതാ പടം പറഞ്ഞപ്പോൾ പറഞ്ഞു ആവാസവ്യൂഹം എന്നാണ് പടത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരൻ്റെ പേര് കൃഷന്ത്, പ്രത്യേക പേരുള്ള ഒരു പടം ആവാസവ്യൂഹം. ഞാൻ വളരെ കാഷ്വലായിട്ട് സാറിന് എല്ലാ സിനിമകളെയും അപ്രോച്ച് ചെയ്യുന്നതിൽ പോയി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഉഗ്രൻ പടം, വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊരു ഇൻഡാസ് പടവും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനും അങ്ങ് ഇമ്പ്രസ്ഡായി. ആ ഫുൾ ക്രൂവിനെയും പരിചയപ്പെട്ടു. പിന്നെ അവരുടെ കൂടെയായിരുന്നു പല സിനിമകൾ കണ്ടതും യാത്രകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷന്തിൻ്റെ ആ ഒരു എന്താ പറയുക ഡയറക്ടോറിയൽ ടാലൻറ്റിനെ ഭയങ്കരമായിട്ട് എന്നിലൊരു ഇൻഫ്ലുവൻസ് ചെലുത്തി. അത്രയും ഗംഭീരമായിട്ടായിരുന്നു ആ സിനിമ കൺസീവ് ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു കൃഷന്തിൻ്റെ, ചേട്ടാ ഞാനൊരു ചെറിയൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ടൈറ്റിൽ പുരുഷപ്രേതം. അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ വന്നു. ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ നെയിമാണ്, ആവാസവ്യൂഹം പോലെ പുരുഷപ്രേതം. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, 2-3 ദിവസത്തെ പരിപാടിയാണ്, ചേട്ടൻ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, വളരെ സന്തോഷം. കാരണം അത്രയും നല്ലൊരു നമുക്ക് എന്താ പറയുക നമ്മളെ ഇമ്പ്രസ് ചെയ്തൊരു ഡയറക്ടറാണ്. അപ്പം അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഞാൻ വന്നു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു സർജനാണ്, അതായത് ഫോറൻസിക് സർജനല്ല പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന പോലീസിൻ്റെ ഒരു സർജനാണ്. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വളരെ നമ്മൾ എന്താ പറയുക വളരെ ഓരോ ക്യാരക്ടേഴ്സിനും റെഫറൻസസ് എടുത്തിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഒരു സർജൻ എങ്ങനെയാണോ സർജൻ അയാൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, അയാളുടെ പെർസ്പെക്റ്റീവ്സ്, അയാളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള റെഫറൻസസ് ഉണ്ട്. അപ്പം റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലുള്ള റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ഒക്കെ പറഞ്ഞു പോകുന്ന റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ആ റെഫറൻസസ് ഒക്കെ എടുത്തിട്ടാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതും കൃഷാന്താണ്. ക്യാമറ വയ്ക്കുമ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലൈറ്റിങ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ല, എന്താണ് അങ്ങനെ ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെർട്ടൺ ഫ്രെയിംസ് നമ്മൾ പോയി നോക്കും, എന്തുകൊണ്ടാണ്, ഓക്കെ ഇതാണ് ഇന്നൊരു കാര്യം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആദ്യം നമ്മൾ വണ്ടറടിക്കും എന്തിനാണെന്ന്. അതുപോലെ ഈ ഫ്രെയിമുകളുടെ ഒരു ബ്യൂട്ടി അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിന് ഞാൻ വിശദീകരിച്ച് തരാൻ ഞാൻ അതിൻ്റെ ആളല്ല. ആ ഫ്രെയിമുകളിൽ എന്നാൽ ചില ആൾക്കാർ ഭയങ്കര പരീക്ഷണാർത്ഥം ചില ഫ്രെയിമുകൾ വയ്ക്കും. പക്ഷെ അപ്പോൾ കണ്ടൻറ്റ് ചോർന്നു പോകുന്നത് കാണാം. പക്ഷെ കണ്ടൻറ്റ് ചോർന്നു പോകാതെ, അല്ലെങ്കിൽ വെറും പരീക്ഷണം മാത്രമായി പോകും സിനിമ. കണ്ടൻറ്റ് ഒരിക്കലും ചോർന്നു പോകാതെ നല്ല രീതിയിൽ അതിൻ്റെ ഫ്രെയിം ബ്യൂട്ടിയും ഒരു ഫ്രഷ്നെസ് ഉള്ള ഫ്രെയിമുകൾ ഞാൻ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മലയാള സിനിമയിൽ ഞാൻ അത്രയധികം അങ്ങനത്തെ ഫ്രെയിമുകൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ആ കാര്യത്തിൽ പോലും ഒരു പുതുമ നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു സിനിമയാണ്, പക്ഷേ കൊച്ചു സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ വലിപ്പം ചെറുപ്പമൊന്നുമില്ല. ഇത് ഈ പണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊച്ചു വലുത് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പണം വാങ്ങുന്ന ആൾക്കാർ, ആർട്ടിസ്റ്റുകളോ ക്രൂ ഒക്കെ ഉണ്ടാകുന്നതിനായിരിക്കും ചെറുതും വലുതെന്നൊക്കെ പറയണം. പക്ഷേ അപ്പോൾ ആ കൊച്ചു സിനിമ എന്നുള്ള അർത്ഥം ആ അർത്ഥത്തിൽ എടുക്കണ്ട. ഈ സിനിമ വളരെ രസകരമായിട്ട് പ്രേക്ഷകനുമായിട്ട് സംവേദിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാനുമായിട്ട് എനിക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സംവേദിക്കുന്നുണ്ട്. ഫസ്റ്റ് പുള്ളിക്കാരിയുടെ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രശാന്ത് ഏട്ടന് അവിടെ കാർത്തിക് ദേഹത്ത് ഈ ഒരു മെറ്റലും വെച്ചോണ്ട് നിൽക്കുകയാണ്. ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ മൂവ് ചെയ്ത് പ്രശാന്ത് ഏട്ടൻ അവിടെ വീഴുകയായിരിക്കും. പുള്ളിക്കാരിയുടെ ഒരു റിയാക്ഷനിന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ വീണിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്.
സിനിമാറ്റോഗ്രാഫിക്ക് ഉണ്ട്, ഫോക്കസിനുണ്ട്, പിന്നെ ദർശനയ്ക്ക് ലൈറ്റിംഗ് ഉണ്ട്, ദർശനയുടെ സംഭവമുണ്ട്. ഇപ്പം ആർട്ടിസ്റ്റിനെ വിളിക്കേണ്ട, നമ്മളിത് ഫുൾ റിഹേഴ്സ് ചെയ്തിട്ട് നമുക്കത് വിളിച്ചാൽ മതി. അപ്പൊ ഈ മൂവ്മെന്റ് ഉണ്ട്, പിന്നെ മീന് എല്ലാം ഉണ്ട്. ഒരുപാട് പേര് സിങ്ക് ചെയ്യേണ്ട സാധനമാണ്, ചെറുതാണെങ്കിൽ ഈ പ്രോപ്പിംഗ് ഒക്കെ ഉണ്ട്. ആ ടീം ഈ പ്രോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഈ പ്രോപ്പിംഗ് ഞാൻ 2002 സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പോൾ അന്ന് തൊട്ട് ധാരാളം സിനിമകളിലെ കഥകൾ കേൾക്കാറുണ്ട്. നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു വിഷ്വൽ രൂപപ്പെടും. ഈ ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കും, ആ ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കാം ഇത് ഷൂട്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ലൊക്കേഷനിലെത്തുമ്പോൾ ഇതൊക്കെ തകിടം പറഞ്ഞിട്ട് വേറെ രീതിയിലാണ് നമുക്ക് ആ ലൊക്കേഷൻസ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ കാണാൻ പറ്റുക. പക്ഷേ പുരുഷപ്രേതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായി എനിക്ക് തോന്നിയത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നൊരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ പോലത്തെ ലൊക്കേഷൻസ്, അതായത് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ഞാൻ കാണുന്ന വിഷ്വലും അതേ പുസ്തകം മറ്റൊരാൾ വായിക്കുമ്പോൾ അവർ കാണുന്ന വിഷ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഈ പുരുഷപ്രായത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, കൃഷാന്തും ടീമും എല്ലാം ഒരു 2-3 മാസം നീണ്ടു നിൽക്കുന്ന ലൊക്കേഷൻ ഹണ്ട് തന്നെ നടത്തി. ധാരാളം ലൊക്കേഷനുകൾ സ്കൗട്ട് ചെയ്തിട്ട് അവസാനം ഓരോ ലൊക്കേഷൻസും ഫിക്സ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണുന്നത്. ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആക്ച്വലി നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കണ്ടിരുന്ന ഒരു വിഷ്വലുണ്ട്. അതേ വിഷ്വൽസ് നമുക്ക് അതേ രൂപത്തിലുള്ള വീടുകൾ, അതേ രൂപത്തിലുള്ള ലൊക്കേഷനുകൾ, അതേ രൂപത്തിലുള്ള മുറികൾ, കസേരകൾ എല്ലാം അതുപോലെ വന്നപ്പോൾ ഞാൻ ഓർത്തു, അവർ കണ്ടിരുന്ന സിനിമയും ഞാൻ കണ്ടിരുന്ന സിനിമയും എത്ര അടുത്താണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. നമ്മൾ എറണാകുളം ചുറ്റുവട്ടങ്ങളിലാണ് മുഴുവൻ സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എറണാകുളം പോലീസ് ക്വാർട്ടേഴ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റോറി തന്നെയാണ് പറയുന്നത്, അത് പോലീസ് ക്വാർട്ടേഴ്സിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരടുത്ത് നമ്മുടെ ഒരു മേജർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഫിലിം സിറ്റിയായിട്ട് ആക്ച്വലി ഈ സിനിമയുടെ ഫിലിം സിറ്റി എന്ന് പറയാൻ പറ്റുന്നത് തുതിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എറണാകുളം കാക്കനാട്, തിരക്കിൻ്റെ നടുക്ക് ജീവിക്കുന്ന കാക്കനാട്, ഒരു ചെറിയ വഴി കയറി ഒരു ഇറക്കമിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമം തോന്നിപ്പിക്കുന്ന പാടവും പച്ചപ്പും മരങ്ങളും ചെറിയ ചെറിയ വീടുകളും ഒട്ടും തിരക്കില്ലാത്ത റോഡും ഒക്കെയുള്ള കാക്കനാട് തുതിയൂർ ആണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെ നടന്നത്. നമ്മളുടെ കാറിൻ്റെ പാസിങ്ങുകൾ, നമ്മളുടെ സിനിമയിലെ ബോഡി വരുന്ന സ്ഥലം, കുഴിച്ചെടുക്കുന്ന സ്ഥലം, വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന സ്ഥലം, ഇങ്ങനെ ഒട്ടനവധി ഇവൻറ്റുകൾ നടന്നത് തുതിയൂർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. അവിടെ വലിയ തിരക്കും അനക്കവും ബഹളവും വണ്ടികളുടെ ശല്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ പോലത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു. ഒരു വളരെ സിൻസിയറായിട്ടുള്ളൊരു സർജനാണ്. പക്ഷെ വളരെ പുള്ളി ഒരു ലൈറ്റ് മൂഡാണ്, ചില്ലാണ് ആൾ. എപ്പോഴും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വളരെ കാഷ്വലായിട്ട്. കാരണം ഇവർക്ക് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ആ ഒരു സീരിയസ്നെസ്സിനെ വളരെ ലൈറ്റായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ എന്നാൽ വളരെ സിൻസിയറുമാണ്. അദ്ദേഹത്തിനൊരു എന്താ പറയുക, ഒരു മൊറാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്, ഒരു പോലീസ് സർജൻ. പിന്നെ സെറ്റിലെ കാര്യം അറിയാമല്ലോ, ഭയങ്കര രസമാണ്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് ഒരുപാട് പുതിയ ടാലൻസിനെ കാണാൻ പറ്റി. ഇവിടെ അങ്ങനെ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ ഇന്ന ആൾ ഒരു ഡയറക്ടർ സെക്ഷൻ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അഭിനയിക്കുന്ന പല പുതിയ ആൾക്കാർ തന്നെ അവർ തന്നെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ടൊക്കെ സഹകരിക്കുന്നത്. എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഒരു പരിപാടിയാണ്. പിന്നീട് കൊടുങ്ങല്ലൂർ ഒരു സ്ഥലം. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രോസസ്സിൽ ഞങ്ങൾ ഈ 3 വർഷമായിട്ട് ഈ സിനിമയുമായി നടക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുമ്പോൾ കൃഷാന്ത് ചോദിക്കും, ചേട്ടാ ഹൗ ഈസ് യുവർ ഹെൽത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഷുഗറുണ്ട്, അതിച്ചിരി കൂടുതലാണ്. അപ്പം കൃഷാന്ത് വറീഡാവുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ചേട്ടൻ കുറച്ച് വർക്കൗട്ട് ചെയ്യണം, ബോഡി കുറച്ച് ഫിറ്റാക്കണം, നമുക്കൊരു പോലീസ് ഓഫീസറിനെ കാണുമ്പോൾ ആ ഫിറ്റാണെന്നുള്ള തോന്നൽ വരണം, അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ കാർഡിയോ എക്സസൈസുകൾ ചെയ്യണം. Camera movement, action, slow movement, slow movement, slow movement, slow movement, fast movement, നേരെ ഇങ്ങോട്ട് light, cut. എന്നാൽ ഷൂട്ടിങ് മുമ്പോട്ട് പോയി ക്ലൈമാക്സിനോട് അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ക്ലൈമാക്സ് രംഗങ്ങളിൽ നമ്മളുടെ ശരീരത്തെ
എക്സ്ട്രീം കണ്ടീഷൻസിലൂടെ കൊണ്ടുപോകാൻ സംവിധായകൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫിറ്റായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായത് അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. ഫുൾ മഴ, അതോടൊപ്പം തന്നെ കിണറ്റിൽ എൻ്റെ കഥാപാത്രം കിണറ്റിൽ വീഴുന്നുണ്ട്. ആ കിണറ്റിൽ വീണ് കുറേ സമയം അവിടെ കിടക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ വലിഞ്ഞു കയറി വെളിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും കോരിച്ചൊഴിയുന്ന മഴ നടക്കുന്നുണ്ട്. അപ്പം രാത്രി ഒരു 8 മണിയോടുകൂടിയാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്, രാവിലെ 6 മണി വരെ. അപ്പം ഫുൾ നൈറ്റ് ഈ മഴയും കിണറും രാത്രിയും തണുപ്പ്. അതായത് മഴ നനഞ്ഞിട്ട് ഈ ഡ്രസ്സ് ദേഹത്തോട് ഒട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കിടുകിടാന്ന് വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിണറ്റിലോട്ട് ഇറങ്ങേണ്ടത്. കിണറെന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ കിണറാണ്. ആഴമുണ്ട് എങ്കിലും ഒരു ചെറിയ കിണർ. നമ്മൾ വെള്ളത്തിനടിയിൽ സ്റ്റൂളും മറ്റും ഇതൊക്കെ ഇട്ട് നമ്മുടെ ആർട്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹംസയുടെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കിണറിൻ്റെ അടിയിൽ നമുക്ക് വേണ്ട സുരക്ഷയും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും രാത്രി സമയത്ത് നമ്മളൊരു കിണറ്റിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ സമയം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്തുണ്ടായിരുന്നു, ക്യാമറ ടീം അതിനകത്തുണ്ടായിരുന്നു. അവസാനം എല്ലാവരും കയറിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് അതിലേക്ക് ഇറങ്ങുക. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതൊരു വർക്ക് സ്പേസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ എല്ലാവരും ആ കിണറ്റിൽ നിന്ന് കയറിയതിന് ശേഷം ഒറ്റയ്ക്ക് ഞാൻ ആ കിണറ്റിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പം അറിയാതെ നമ്മുടെ ഉള്ളിൽ പല പല പേടികളും വരും. ഈ വെള്ളം ക്ലിയർ വാട്ടർ അല്ല, എല്ലാവരും നിന്നുകൊണ്ട് അത് കലങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം കളഞ്ഞാലും വിത്തിൻ മിനിറ്റ്സ് ആ വെള്ളം വീണ്ടും ഭയങ്കര ഉറവയുള്ള സ്ഥലമാണ്. കാരണം ഒരു പുഴയുടെ അടുത്തായിട്ടാണ് ഈ വീടും ഈ കിണറും ഇരിക്കുന്നത്. അപ്പം ഭയങ്കരമായ ഉറവയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം അടിച്ച് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അരയറ്റം വെള്ളത്തിലായിരിക്കും നിൽക്കുക. ഒരു 5 മിനിറ്റ് കഴിക്കുമ്പോഴത്തേന് ആ വെള്ളം കഴുത്തറ്റം ആവും. അപ്പം വീണ്ടും മോട്ടർ ഇറക്കി വെള്ളം അടിക്കും. അപ്പം ഇതൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം മോട്ടർ ഇറക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, വെള്ളം പമ്പ് ചെയ്ത് കളയുമ്പോൾ ഇനി ഷോക്ക് അടിക്കുമോ, ഈ വെള്ളത്തിനടിയിൽ എന്തെങ്കിലും ജീവികളുണ്ടാവുമോ, എന്തെങ്കിലും കാലേ കുത്തുമോ, കുറേ പ്രാണികളും ചിലന്തി എട്ടുകളിയൊക്കെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നമ്മുടെ പോകുന്നുണ്ട്. പക്ഷേ ഈ വക ഭീതികളും ഭയങ്ങളും ഒക്കെയാണ്. നമ്മൾ കിണറ്റിൽ ഇറങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണല്ലോ ഇറങ്ങുന്നത്. അങ്ങനെ കിണറ്റിലിറങ്ങി ഏകദേശം 2 ദിവസത്തോളം കിണറ്റിനകത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കിണറ്റിലിറങ്ങി കിണറ്റിൽ ഒറ്റയ്ക്ക് നിന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, എനിക്ക് ആക്ച്വലി ആ ലൊക്കേഷനിലോട്ട് പോകുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു ട്രോമയായിരുന്നു. ആ ലൊക്കേഷൻ തീർന്നു എന്ന് എപ്പോൾ പറയുന്നോ അന്ന് മനസ്സുകൊണ്ട് ഒരു വലിയ ഒരു ചങ്ങല ശരീരത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നൊരു ഫീലിങ്ങിലേക്ക് ഞാൻ എത്തും എന്നെനിക്ക് അവിടെ നിൽക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കിണറും ആ വീടും ഷൂട്ടിംഗ് അവസാനിച്ചത് പാക്കപ്പിൻ്റെ അന്നാണ്. പടം ഫുള്ളായിട്ട് തീരുന്നതിൻ്റെ അന്നാണ് അവിടുത്തെ പരിപാടികൾ അവസാനിച്ചത്. അപ്പം ആ സിനിമ തീരുന്നവരെ ആ ലൊക്കേഷൻ ഒഴിയാതെ ഒരു ട്രോമയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ കിണറിനകത്തു നിന്ന് കിണർ, ആ വീട്, ആ രാത്രി, ആ മഴ, പക്ഷേ ആ ഫീലിങ്ങുകൾ എനിക്ക് തണുപ്പ് കാര്യമായി എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. കാരണം എൻ്റെ കഥാപാത്രം അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു എൻ്റെ കഥാപാത്രത്തിൻ്റെ ആ സമയത്ത് ഒരു മാനസിക നിലയുണ്ട്. അപ്പോൾ അത് ഫുൾ ഒരു അതിനെ എൻഹാൻസ് ചെയ്യാൻ, ആ രോഷം, ആ ദേഷ്യമൊക്കെ ആ കഥാപാത്രത്തിന് ആ സമയത്ത് ഉണ്ടാവേണ്ട ആ വൈബ്രൻസുകളിനെ എല്ലാം എൻഹാൻസ് ചെയ്യാൻ ആക്ച്വലി ഈ എക്സ്ട്രീം ക്ലൈമറ്റും എക്സ്ട്രീം സാഹചര്യങ്ങളും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആ സീനുകൾ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്. പ്രശാന്ത് ഉണ്ട്, സഞ്ജു ഉണ്ട്, ജഗദീഷ് ഏട്ടൻ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റി. ചെറിയ ഒരു പരിപാടിയാണെങ്കിലും ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ്. ചെയ്ത സീൻസിനൊക്കെ നമ്മുടേതായ ഒരു എന്താ പറയുക,
നമുക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ്, ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയാലും നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി ഡയറക്ടർ തന്നു. ഇതിൻ്റെ ക്യാമറ സെക്ഷനായാലും ഒക്കെ ഗംഭീര പയ്യന്മാരാണ്, നല്ലൊരു ടീമാണ്. 3 ദിവസം കൊണ്ട് 30 ദിവസത്തെ മറ്റേ രജനീകാന്ത് പറയില്ലേ, ഒരു വാക്ക് ചൊന്ന 100 വാർത്ത ചില്ലറമാരി എന്ന് പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ട് 30 ദിവസം അഭിനയിച്ചതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് എന്താ പറയുക ഈ സെറ്റിൽ നിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ സാധാരണ കാണുന്ന ഒരു പരിപാടി ആയിരിക്കില്ല ഇത്. കൃഷ്ണൻ്റെ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ സാധാരണ കാണുന്നൊരു പരിപാടിയല്ല. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പറയാതെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളുമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ്. ഒരു മെയിൽ ചോവനിസ്റ്റിൻ്റെ ഒരു യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് പുരുഷപ്രേതം. ആ ടൈറ്റിലിൽ തന്നെ ഉണ്ട് ആ സിനിമയുടെ കണ്ടൻറ്റ്. നമ്മളുടെ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരുപോലെ നന്നായി പോയാൽ മാത്രമേ ഒരു സിനിമ നന്നായി വരികയുള്ളൂ. നമ്മുടെ സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഈ സിനിമ നന്നാക്കുന്നതിന് വേണ്ടി നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആർട്ട് ഡയറക്ടേഴ്സ്, കോസ്റ്റ്യൂം എന്ന് വേണ്ട ഈ സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പ്രൊഡക്ഷൻ, നമുക്ക് ഭക്ഷണം തരുന്ന കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും ഈ സിനിമ ഒരു പടിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും പ്രയത്നിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചില തടസ്സങ്ങളും ഉണ്ടാവും, ചില ആക്സിഡൻസുകളുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മുടെ സിനിമയിൽ നമ്മൾ ആ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് തീർക്കണം, അവസാന ദിവസമാണ്, എങ്ങനെയെങ്കിലും അത് ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ വണ്ടിയുടെ ചില്ല് അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ചില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷാന്താണ് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷാന്ത് ഞാൻ ചില്ലയിൽ അടിക്കുന്നത് എടുക്കുന്നു, ദർശനയുടെ ഫേസിലേക്ക് പോകുന്നു, പിന്നെയും ചില്ലയിലേക്ക് വരുന്നു, ദർശനയുടെ ഫേസിലേക്ക് പോകുന്നു. ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മാറി എടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ആദ്യത്തെ അടിച്ചു, ഗ്ലാസ് പൊട്ടി, പിന്നെ അടിച്ചു, കൂടുതൽ പൊട്ടി, അടിച്ചടിച്ച് അത് മുഴുവൻ പൊട്ടണം. അപ്പം ദർശനം നിലവിളിക്കുന്നുണ്ട്, കൈപൊത്തി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തളർന്ന് ഞാൻ നിൽക്കുന്ന നിപ്പിലാണ് കൃഷാന്ത് കട്ട് വിളിക്കുന്നത്. കൃഷാന്ത് കട്ട് വിളിച്ച് കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ അറിയുന്നത് എൻ്റെ ആദ്യത്തെ അടിയിൽ തന്നെ ഈ ചില്ല് പൊട്ടി ദർശനയുടെ കണ്ണിലേക്ക് വീണിരുന്നു. 1-2 തരി കൃഷാന്തിൻ്റെ കണ്ണിലേക്കും വീണിരുന്നു. അപ്പോൾ ദർശനയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് ദർശനം ഇറക്കി കണ്ണിൽ വെള്ളമെല്ലാം ഒഴിച്ച് കുറേ ക്ലീനിങ് ഒക്കെ നടത്താൻ നോക്കി. പക്ഷെ വീണ്ടും ഇറിറ്റേഷൻ കൂടി വന്നു. ദർശനം കൊണ്ട് രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം കൃഷാന്തിനും ഇതേ ഇറിറ്റേഷൻസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബീയിങ് ദി ലീഡർ ഇൻ ദ സെറ്റ്, ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല. ഹോസ്പിറ്റലിലേക്ക് പോയി ഷൂട്ടിങ് മുടങ്ങും. വീണ്ടും അദ്ദേഹം ഫസ്റ്റ് എയ്ഡ് പരിപാടികളൊക്കെ എടുത്തതിന് ശേഷം കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് ദർശനം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ബാക്കി എൻ്റെ ഷോട്ടുകളൊക്കെ എടുത്തു, ഞങ്ങളുടെ എല്ലാവരുടെയും ഷോട്ടുകളൊക്കെ എടുത്തു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദർശന വിളിച്ച് പറഞ്ഞു ഇല്ല, ഗ്ലാസ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ചെറിയ സ്ക്രാച്ചുകൾ വീണിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള മരുന്ന് കൊടുത്തു. സെയിം കേസ് വിത്ത് കൃഷാന്ത്. ഞങ്ങൾ പാക്കപ്പ് പറഞ്ഞിട്ട് കൃഷാന്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. കൃഷാന്തിന് രണ്ടുപേരും മരുന്നുകളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട്, ഒരു മാരുതി. ഇതിനാണെങ്കിൽ ബ്രേക്കും ആക്സിഡൻറ്റ് ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടായി ഓടുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്തെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷനിലൂടെയൊക്കെ ഈ വണ്ടി ചീർപ്പാഞ്ഞ് പോകുന്നതൊക്കെ. അപ്പം ധാരാളം അപകട സാധ്യതകളും ധാരാളം റിസ്ക്കുകളും ഉണ്ടായിരുന്ന പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇതൊന്നും നമ്മളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നിരുന്ന ഒരു ലൊക്കേഷനായിരുന്നു ഞങ്ങളുടെ. എന്താ പറയുക, എല്ലാ ലൊക്കേഷനിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞങ്ങളുടെ സിനിമയിലേക്ക് ഏറ്റവും അവസാനം ഇന്നായത് ദർശന രാജേന്ദ്രനാണ്. കാരണം ആ ക്യാരക്ടർ ചെയ്യാൻ ഞങ്ങൾ വേറൊരു ആളെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഡേറ്റ് ക്ലാഷുകൾ കാരണം ആ വ്യക്തി പിന്മാറുകയും പിന്നീട് ആരെ എന്നുള്ള ചിന്തയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ ഏതാണ്ടൊരു 10 ദിവസമുള്ളപ്പോഴാണ് ഞാൻ ദർശനെ വിളിച്ചിട്ട് സംസാരിക്കുന്നതും കൃഷാന്തിൻ്റെ പടമാണെന്ന് അറിഞ്ഞപ്പോൾ ദർശന വളരെ സന്തോഷത്തോടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും പിന്നീട് ആവാസവ്യൂഹം കാണുന്നതും. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ദർശന എന്നോട് പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, കാരണം കൃഷാന്തിൻ്റെ പടമല്ലേ. പിന്നീട് ആവാസവ്യൂഹം കണ്ടപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അങ്ങനെ ദർശനയാണ് അവസാനമായിട്ട് ഈ സിനിമയിലേക്ക് എത്തുന്നത്. ദർശന നമ്മളോട് പറഞ്ഞു, ദർശന
നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ട് മറ്റ് പല ലൊക്കേഷനുകളിലും പോയി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഒരു തിയേറ്റർ മൂഡാണ് നമ്മുടെ ലൊക്കേഷൻ മുഴുവൻ. ഇന്നാരെന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു സ്വപ്നത്തിലും ഒരു ആഗ്രഹത്തിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ. നമ്മളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് തന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ പണി ചെയ്യുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് മീൻസ് ആർട്ട് ഡയറക്ടേഴ്സ് അഭിനയിക്കാൻ പറ്റും. കാരണം എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു 90% ആൾക്കാരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഓരോരോ സാഹചര്യങ്ങളിൽ. എന്നാൽ അപ്പോൾ എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് പുരുഷപ്രയത്തിൻ്റെ. ഞാൻ പറഞ്ഞില്ല, പുരുഷപ്രയത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ കേൾക്കുമ്പോൾ സെബാസ്റ്റ്യൻ്റെ കൂടെ ദിലീപ് എന്ന് പറയുന്ന ഒരു ജൂനിയർ പോലീസ് ഓഫീസറായിരുന്നു. പിന്നീട് നമ്മൾ കുറേ ചർച്ചകളിൽ ഈ കഥ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ ഒരു ജൂനിയർ ഓഫീസറിനെക്കാട്ടി നല്ല ഒരു സീനിയർ കോൺസ്റ്റബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് അത് ആര് ചെയ്യും എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് പോയി. 2019 തന്നെയാണ്. 2019 തന്നെ ആ വേഷം ആര് ചെയ്യും. അപ്പം പല ഓപ്ഷൻസ് വരുമ്പോഴും അവരതുപോലത്തെ ക്യാരക്ടേഴ്സ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആണെന്ന് തോന്നിക്കുകയും വേണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ആണെങ്കിൽ വളരെ രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ജഗദീഷ് ഏട്ടനിലേക്ക് എത്തുന്നത്. ജഗദീഷ് ഏട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു സജഷനിലേക്ക് എത്തുന്നു. അപ്പോൾ 2019 ആ സമയത്ത് നമ്മളുടെ സിനിമ ഒരു പ്രൊഡ്യൂസർ ആവുകയോ ഒരു പ്രൊജക്റ്റ് ആവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ജഗദീഷ് ഏട്ടൻ എന്നുള്ളത് ഞങ്ങൾ ഫിക്സ് ചെയ്തു. അപ്പോൾ കൃഷാന്തിനൊക്കെ പിന്നീട് കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ചില ട്രേസുകളിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ജഗദീഷ് ഏട്ടനെ എങ്ങനെ കൊണ്ടുവരും എന്നുപോലും ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ കൃഷാന്തിന് എന്തോ ഒരു ബന്ധമുണ്ട് ജഗദീഷ് ഏട്ടനുമായിട്ട്. അപ്പം കൃഷാന്ത് ജഗദീഷ് ഏട്ടനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ജഗദീഷ് ഏട്ടൻ പറഞ്ഞു, കൃഷാന്ത് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം നമുക്ക് പ്രൊഡ്യൂസറില്ല, ഡേറ്റും ആയിട്ടില്ല. പിന്നീട് മുന്നോട്ട് പോയി നമുക്ക് പ്രൊജക്റ്റായി വരികയും ഇതിൻ്റെ ഡേറ്റൊക്കെ ഫൈനലൈസ് ആയി വരികയും ചെയ്തപ്പോൾ വീണ്ടും ഞങ്ങൾ ജഗദീഷ് ഏട്ടനെ വിളിച്ചപ്പോൾ ജഗദീഷ് ഏട്ടൻ ആ സമയത്ത് മറ്റൊരു സിനിമയുടെ ഡേറ്റും ഉണ്ട്. രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. ജഗദീഷ് ഏട്ടൻ ഈ 2 സിനിമയും ചെയ്യണം. ഞങ്ങളുടെ സിനിമ ജഗദീഷ് ഏട്ടൻ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം അത്രയും ഫ്രഷ്നെസ് തരാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്കന്ന് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. ജഗദീഷ് ഏട്ടനെ സംബന്ധിച്ച് ജഗദീഷ് ഏട്ടനും കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ജഗദീഷ് ഏട്ടനും മറ്റേ സിനിമയും ഈക്വലി ജഗദീഷ് ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത്. കൃഷാന്ത് ഈ പടവും അദ്ദേഹത്തിന് ചെയ്യണമെന്നുള്ള ഈ 2 പടം കൂടെ എങ്ങനെ ചെയ്യും എന്നുള്ള ജഗദീഷ് ഏട്ടൻ തന്നെ ആ റിസ്ക് ഏറ്റെടുത്തു. നിങ്ങളുടെ ഡേറ്റ് എനിക്ക് തരിക, ഞാനത് ഇവിടെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡേറ്റ്സ് അയച്ചു കൊടുക്കുകയും ജഗദീഷ് ഏട്ടൻ്റെ സ്ട്രെയിനിൽ ആ ലൊക്കേഷനിലെ ഡേറ്റ്സ് മാനേജ് ചെയ്ത് നമ്മുടെ ലൊക്കേഷനിൽ അഭിനയിക്കണമെന്ന്. ജഗദീഷ് ഏട്ടൻ സിനിമയിൽ വന്ന് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ നമ്മളുടെ ജഗദീഷ് ഏട്ടൻ്റെ ഇംപ്രവൈസേഷൻസ്, സ്ക്രിപ്റ്റ്, ചില ഡയലോഗ്സിലെ ഇംപ്രവൈസേഷൻസ്, ഞാൻ 3 വർഷമായിട്ട് ഈ കഥ കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഓരോ ഡയലോഗ്സിലും പഞ്ചുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കൃഷാന്ത് എങ്ങനെയാണോ ഡയലോഗ് പറയുന്നത് അതുപോലെയാണ് ഞാൻ ഈ സിനിമയിലെ ഡയലോഗ് പറയാൻ ശ്രമിച്ചേക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ള കൃഷാന്തിൻ്റെ ട്രിവാൻഡ്രം സ്ലാങ്ങാണ്, ഞാൻ അതിനെ തിരുവല്ല സ്ലാങ്ങാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷാന്തിൻ്റെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിനൊരു പഞ്ചുണ്ട്. പക്ഷേ തിരുവല്ല സ്ലാങ്ങിലേക്ക് മാറ്റുമ്പോൾ അതുപോലെ പഞ്ച് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ ആ ഇംപ്രവൈസേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ജഗദീഷ് ഏട്ടൻ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജഗദീഷ് ഏട്ടൻ കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് ധാരാളം ഇംപ്രവൈസേഷൻ, ചില എക്സ്ട്രാ ഡയലോഗുകളൊക്കെ ജഗദീഷ് ഏട്ടൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയും ലൊക്കേഷനിൽ ഭയങ്കര ഞങ്ങളെല്ലാവരും പൊട്ടിച്ചിരിച്ച ഇംപ്രവൈസേഷൻസുമാണ്. അപ്പോൾ ജഗദീഷ് ഏട്ടൻ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, ഞാനും ഇംപ്രവൈസ് ചെയ്യണ്ടേ. പിന്നെ ഞാൻ ഇംപ്രവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ സാധനങ്ങൾ. എനിക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ട്. ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടറിന് എത്ര ഇംപ്രവൈസേഷൻസ് വേണം. അയാൾ ആരാണെന്ന് അറിയാം. അയാളുടെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അയാൾ മരിച്ചു പോലും അറിയാതെ. ആണുങ്ങൾ ഇറങ്ങിപ്പോയാൽ ചത്തെന്ന് വിചാരിക്കാൻ നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളല്ല ലോകത്ത് വേറെ ഉള്ളത്.
ഞാൻ ശ്രമിച്ചോട്ടെ പെട്ടെന്നോ സുബീഷേ സുബീഷ് ആ സ്ട്രീറ്റ് ലൈറ്റ് പോയി നോക്കിയാ എന്താ അവസ്ഥ വയറങ്ങനെ പിടിച്ച് വെച്ച ഓഫ് ആവുന്നില്ല അത് കട്ട് ചെയ്യണോ എങ്കിലും ആവും. അപ്പം ഞാനും കൂടെ ചേർന്ന് ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറിന് ഇംപ്രൂവൈസേഷൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ജഗദീഷ് ചേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൊക്കേഷനിലെ ഫാദർ ഫിഗറായിരുന്നു. കാരണം ജഗദീഷ് ചേട്ടനാണ് എത്ര മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതിലും 10 മിനിറ്റ് മുമ്പേ ജഗദീഷ് ചേട്ടൻ റെഡി ആയിരിക്കും. ആദ്യമേ തന്നെ ലൊക്കേഷനിലെത്തും. ഒരു പരാതിയില്ലാതെ അവിടെ ഇരിക്കും. ബാക്കി ആൾക്കാർ വരാൻ ലേറ്റ് ആയാലും മറ്റൊന്നും ജഗദീഷ് ചേട്ടന് യാതൊരു പരാതികളും ഇല്ല. ജഗദീഷ് ചേട്ടൻ മേക്കപ്പ് ഒക്കെ ഇട്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്, ലെൻസ് ഉണ്ട് കണ്ണിൽ, ഒരു എക്സ്ട്രാ മീശയുണ്ട്, മുഖത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ച് അദ്ദേഹം മേക്കപ്പ് എല്ലാം ചെയ്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കും. ഒരു ജഗദീഷ് ചേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ലൊക്കേഷനിൽ ഏറ്റവും സീനിയർ ആക്ടറാണ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആക്ടറാണ്. എന്നാൽ ജഗദീഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ആ ലൊക്കേഷനിലുള്ളതുകൊണ്ട് നമുക്കെന്തെങ്കിലും ടെൻഷനോ തലവേദനയോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എക്സ്ട്രാ മോട്ടറായിരുന്നു ജഗദീഷ് ചേട്ടൻ. ജഗദീഷ് ചേട്ടൻ്റെ മോട്ടിവേഷൻസും ജഗദീഷ് ചേട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമ്മളെ കൂടുതൽ ആവേശത്തോടെ നമ്മളെ സിനിമയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു ജഗദീഷ് ചേട്ടാ. പുരുഷപ്രേതത്തിൽ അഭിനയിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പ്ലേ ബാക്ക് കാണാൻ വേണ്ടി സ്ക്രീനിൽ പോയി കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് അല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഞാൻ കാണുന്നത്. കാരണം ഞാൻ ലൊക്കേഷൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ കിട്ടിയെന്ന് പറഞ്ഞു, ആക്ടേഴ്സ് അതുപോലെ വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു സീൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോണിറ്ററിൽ പോയി നോക്കുമ്പം ഞാൻ ഇതുവരെ സിനിമയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത തരം ഫ്രെയിമിംഗ് ആണ്. ഒരു ഫ്രെയിമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കായിരിക്കും എൻ്റെ തല, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാണ് സംസാരിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ ഫ്രെയിം വരുന്നത് ഇങ്ങനെയാണ്, മുന്നോട്ടുള്ള ഭാഗത്താണ് കൂടുതൽ സ്ഥലം കിടക്കുക. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഒരു ഫ്രെയിമിൻ്റെ എഡ്ജ്, ഇങ്ങോട്ടായിരിക്കും സമയം. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് ഫ്രെയിമിംഗ് എന്നാണ് പറയുക എന്നും ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ടെന്നും ഒക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് കൃഷാന്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഈ സിനിമയ്ക്ക് അദ്ദേഹം കൊടുത്തൊരു ട്രീറ്റ്മെൻറ്റാണത്. എല്ലാം നെഗറ്റീവ് ഫ്രെയിമിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ കൂടുതലും പ്രൊഫൈൽ ഷോട്ടുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. എനിക്കൊരു സിനിമയൊക്കെ തന്നിരുന്നു കൃഷാന്ത് കാണാൻ, ചേട്ടാ ഈ സിനിമ കാണണം, ചേട്ടൻ്റെ കൂടുതലും നമ്മൾ പ്രൊഫൈൽ ഷോട്ട്സാണ് എടുക്കുന്നത്, പ്രൊഫൈൽ റിയാക്ഷൻസാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാണണം, എന്തോ കാരണം കൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 2 ദിവസം ഞാൻ ഈ മോണിറ്ററിൽ പോയി നോക്കിയിട്ട് അയ്യോ ഇങ്ങനെയാണോ എന്നൊക്കെ